മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 21. അവർ യെരൂശലേമിന് സമീപം ഒലിവ് മലയ്ക്കടുത്തുള്ള ബേത്ത്ഫാഗയിലെത്തി. യേശു 2 ശിഷ്യന്മാരെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞയച്ചു. നിങ്ങൾക്ക് മുമ്പിലുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അവിടെ ഒരു പെൺകഴുതയെയും അതിനടുത്ത് അതിന്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് കാണാം. അവയെ അഴിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇവയെ ആവശ്യമുണ്ട് എന്നയാളോട് പറയുവിൻ. അപ്പോൾ തന്നെ അയാൾ അവയെ അയക്കും. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനീതനായി കഴുതമേലും കഴുതക്കുട്ടിമേലും കയറി നിന്റെ അടുക്കലേക്ക് വരുന്നു എന്നിങ്ങനെ പ്രവാചകനിലൂടെ അരുളി ചെയ്തത് നിറവേറുവാൻ ഇത് സംഭവിച്ചു. ശിഷ്യന്മാർ ചെന്ന് യേശു തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും അതിന്റെ കുട്ടിയെയും കൊണ്ടുവന്നു. തങ്ങളുടെ പുറം കുപ്പായങ്ങൾ അവയുടെ മേൽ വിരിച്ചു. യേശു കയറിയിരുന്നു. ഒരു വലിയ ജനക്കൂട്ടം തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിക്കുകയും ചിലർ മരങ്ങളുടെ ചില്ലകൾ വെട്ടിക്കൊണ്ടുവന്ന് വഴിയിൽ നിരത്തുകയും ചെയ്തു. അവർക്ക് മുമ്പിലും പിമ്പിലും ഉണ്ടായിരുന്ന ജനസമൂഹം, ദാവീദ് പുത്രന് ഹോസന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന് ആർത്തു വിളിച്ചു. യേശു യെരൂശലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരമാകെ ഇളകി. ഇദ്ദേഹം ആര്? ആളുകൾ ചോദിച്ചു. അതിന് ജനക്കൂട്ടം, ഗലീലയിലെ നസറേത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു ആകുന്നു ഇത് എന്ന് ഉത്തരം പറഞ്ഞു. യേശു ദൈവാലയത്തിൽ കടന്നു. അവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സകലരെയും പുറത്താക്കി. നാണയമാറ്റം നടത്തിക്കൊണ്ടിരുന്നവരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ ഇരിപ്പിടങ്ങളെയും അദ്ദേഹം മറിച്ചിട്ടു. അദ്ദേഹം അവരോട്, എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളോ അതിനെ കൊള്ളക്കാരുടെ ഗുഹ ആക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. അന്ധരും മുടന്തരും ദൈവാലയത്തിൽ യേശുവിന്റെ അടുക്കൽ വന്നു. അദ്ദേഹം അവരെ സൗഖ്യമാക്കി. എന്നാൽ മുഖ്യ പുരോഹിതന്മാരും വേദജ്ഞരും അദ്ദേഹം ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രന് ഹോസന്ന എന്ന് ദൈവാലയത്തിൽ ആർത്തു വിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ കോപാകുലരായി തീർന്നു. അവർ അദ്ദേഹത്തോട്, ഈ കുട്ടികൾ വിളിച്ചു പറയുന്നത് കേൾക്കുന്നുവോ എന്ന് ചോദിച്ചു. പൂവ് ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നിന്ന് അവിടുന്ന് സ്തുതി ഒരുക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ല എന്ന് യേശു ചോദിച്ചു. അനന്തരം അദ്ദേഹം അവരെ വിട്ട് നഗരത്തിന് പുറത്ത് ബെഥാനിയയിലേക്ക് പോയി. രാത്രി അവിടെ പാർത്തു. അതിരാവിലെ നഗരത്തിലേക്ക് മടങ്ങുമ്പോൾ യേശുവിന് വിശന്നു. വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടിട്ട് അദ്ദേഹം അതിന്റെ അടുത്ത് ചെന്നു. എന്നാൽ അതിൽ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അപ്പോൾ അദ്ദേഹം അതിനോട്, ഇനിമേൽ ഒരിക്കലും നിന്നിൽ ഫലമുണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ആ മരം വാടിപ്പോയി. ശിഷ്യന്മാർ ഇത് കണ്ട് വിസ്മയിച്ചു. അത്തിവൃക്ഷം ഇത്ര പെട്ടെന്ന് വാടിപ്പോയതെങ്ങനെ എന്ന് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞു, ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സംശയിക്കാതെ വിശ്വസിക്കുന്ന പക്ഷം ഈ അത്തിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് നിങ്ങളും ചെയ്യും. മാത്രമല്ല, ഈ മലയോട് പോയി കടലിൽ വീഴുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും. വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. യേശു ദൈവാലയത്തിൽ പ്രവേശിച്ച് ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യ പുരോഹിതന്മാരും ജനങ്ങളുടെ മൂപ്പന്മാരും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. എന്ത് അധികാരം കൊണ്ട് താങ്കൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നു? ഈ അധികാരം താങ്കൾക്ക് ആര് തന്നു എന്ന് ചോദിച്ചു. യേശു അവരോട്, ഞാനും നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും. അതിന്റെ ഉത്തരം പറഞ്ഞാൽ ഞാൻ എന്ത് അധികാരത്താൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ഞാനും നിങ്ങളോട് പറയാം. യോഹന്നാന്റെ സ്നാനം എവിടെ നിന്നുള്ളത്? സ്വർഗ്ഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന് ചോദിച്ചു. അതിനെപ്പറ്റി അവർ പരസ്പരം പറഞ്ഞു, സ്വർഗ്ഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന് അവൻ നമ്മോട് ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ നാം ജനങ്ങളെ ഭയപ്പെടുന്നു. എന്തെന്നാൽ യോഹന്നാനെ ഒരു പ്രവാചകനായിട്ടാണ് അവരെല്ലാം കരുതുന്നത്. അങ്ങനെ അവർ യേശുവിനോട്, ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു. എങ്കിൽ എന്ത് അധികാരം കൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് യേശു മറുപടി നൽകി. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒന്നാമന്റെ അടുക്കൽ ചെന്ന് അയാൾ, മകനെ, നീ ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്നവൻ മറുപടി നൽകി. എങ്കിലും പിന്നീട് മനസ്സ് മാറ്റുകയും പോവുകയും ചെയ്തു. അപ്പൻ മറ്റേ മകനോടും അതേ കാര്യം പറഞ്ഞു. ഉവ്വ്, ഞാൻ പോകാം എന്നവൻ മറുപടി പറഞ്ഞെങ്കിലും പോയില്ല. നിങ്ങൾക്കെന്തു തോന്നുന്നു? ഈ 2 പേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്? ഒന്നാമൻ. അവർ ഉത്തരം പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ചുങ്കക്കാരും വേശ്യകളും നിങ്ങൾക്ക് മുമ്പേ
ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് നീതിയുടെ വഴി കാണിച്ചു തരാൻ യോഹന്നാൻ വന്നു. എങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. ചുങ്കക്കാരും വേശ്യകളുമാകട്ടെ അദ്ദേഹത്തെ വിശ്വസിച്ചു. ഇത് കണ്ടിട്ടും നിങ്ങൾ അനുതപിച്ച് അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. മറ്റൊരു ഉപമ കേൾപ്പിൻ. ഒരു ഭൂവുടമ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി. അതിൽ മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു. ഗോപുരവും പണിതു. പിന്നീട് മുന്തിരിത്തോട്ടം ഏതാനും കൃഷിക്കാരെ പാട്ടത്തിനേൽപ്പിച്ചിട്ട് മറ്റൊരു ദേശത്തേക്ക് പോയി. വിളവെടുപ്പ് കാലം സമീപിച്ചപ്പോൾ അയാൾ ഫലം ശേഖരിക്കുവാൻ തന്റെ ഭൃത്യന്മാരെ ഈ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാർ വേലക്കാരെ പിടിച്ച് ഒരുത്തനെ അടിച്ചു, മറ്റൊരുത്തനെ കൊന്നു, വേറൊരുത്തനെ കല്ലെറിഞ്ഞു. പിന്നീട് അദ്ദേഹം ആദ്യത്തേതിലധികം ഭൃത്യന്മാരെ അവരുടെ അടുത്തേക്ക് അയച്ചു. കുടിയാന്മാർ അവരോടും അങ്ങനെ തന്നെ ചെയ്തു. ഏറ്റവും ഒടുവിലായി അയാൾ തന്റെ മകനെ അവരുടെ അടുക്കൽ അയച്ചു. എന്റെ മകനെ അവർ ആദരിക്കും എന്നയാൾ പറഞ്ഞു. എന്നാൽ കുടിയാന്മാർ മകനെ കണ്ടപ്പോൾ ഇവനാണ് അവകാശി, വരൂ നമുക്കിവനെ കൊന്ന് ഇവന്റെ അവകാശം കൈക്കലാക്കാം എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ അവനെ പിടിച്ച് തോട്ടത്തിന് പുറത്താക്കി കൊന്നുകളഞ്ഞു. അതുകൊണ്ട് മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ വരുമ്പോൾ അദ്ദേഹം ഈ കുടിയാന്മാരോട് എന്തു ചെയ്യും? അദ്ദേഹം ആ ദുഷ്ടന്മാരെ നിഷ്ഠൂരമായി നശിപ്പിക്കും. പിന്നീട് പാട്ടം യഥാകാലം നൽകുന്ന മറ്റു കുടിയാന്മാരെ തോട്ടം ഏൽപ്പിക്കും. അവർ ഉത്തരം പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവ് ചെയ്തു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യകരവുമായി തീർന്നിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളിൽ നിന്നും എടുത്ത് ഫലം നൽകുന്ന ഒരു ജനതയ്ക്ക് നൽകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും. ഇതാരുടെ മേൽ വീഴുന്നുവോ അവൻ പൊടിയായിത്തീരും. മുഖ്യ പുരോഹിതന്മാരും പരീശന്മാരും യേശുവിന്റെ ഈ ഉപമകൾ കേട്ടിട്ട് അവ തങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി. അവർ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കുവാൻ വഴി അന്വേഷിച്ചു. എന്നാൽ ആളുകൾ അദ്ദേഹത്തെ ഒരു പ്രവാചകനായി പരിഗണിച്ചിരുന്നതിനാൽ അവർ ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു. മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 22. യേശു പിന്നെയും ഉപമകളിലൂടെ അവരോട് സംസാരിച്ചു. സ്വർഗരാജ്യം തന്റെ മകനുവേണ്ടി കല്യാണ വിരുന്നൊരുക്കിയ രാജാവിനോട് തുല്യം. അദ്ദേഹം ക്ഷണിക്കപ്പെട്ടിരുന്നവരുടെ അടുത്തേക്ക് ഭൃത്യന്മാരെ അയച്ച് അവരോട് വിരുന്നിന് വരുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവർ വരുവാൻ കൂട്ടാക്കിയില്ല. വിരുന്നു തയ്യാറായിരിക്കുന്നു. കാളകളെയും തീറ്റിക്കൊഴുപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് സകലവും സജ്ജമായിരിക്കുന്നു. കല്യാണ വിരുന്നിന് വരുവിൻ എന്ന് നിങ്ങൾ പോയി ക്ഷണിക്കപ്പെട്ടവരോട് പറയുവിൻ എന്നു പറഞ്ഞ് അദ്ദേഹം വേറെ കുറെ ഭൃത്യന്മാരെ കൂടി അയച്ചു. എന്നാൽ അവർ ഒട്ടും ഗവനിക്കാതെ ഒരുത്തൻ തന്റെ വയലിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പോയി. ശേഷിച്ചവർ അദ്ദേഹത്തിന്റെ ഭൃത്യന്മാരെ പിടിച്ച് അപമാനിക്കുകയും കൊല്ലുകയും ചെയ്തു. രാജാവിന് ക്രോധം ജ്വലിച്ചു. അദ്ദേഹം തന്റെ സൈന്യത്തെ അയച്ച് ആ കൊലപാതകന്മാരെ നശിപ്പിക്കുകയും അവരുടെ പട്ടണം ചുട്ടുകളയുകയും ചെയ്തു. അനന്തരം അദ്ദേഹം വേലക്കാരോട് പറഞ്ഞു, കല്യാണ വിരുന്നു തയ്യാറായിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവർ അതിന് യോഗ്യരായില്ല. നിങ്ങൾ തെരുവിൽ ചെന്ന് കാണുന്നവരെ എല്ലാം വിരുന്നിന് ക്ഷണിക്കുവിൻ. അങ്ങനെ വേലക്കാർ പുറപ്പെട്ടു തെരുവുകളിൽ ചെന്ന് കണ്ണിൽ കണ്ട സകലരെയും, നല്ലവരെയും ദുഷ്ടരെയും വിളിച്ചുകൂട്ടി. വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണാൻ രാജാവ് കടന്നുവന്നു. വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരാൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അവനോട്, സ്നേഹിത, വിവാഹവസ്ത്രം കൂടാതെ താങ്കൾ അകത്തു കയറിയതെങ്ങനെ എന്ന് ചോദിച്ചു. അയാൾക്ക് മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ രാജാവ് തന്റെ സേവകരോട്, ഇയാളെ കൈയും കാലും കെട്ടി പുറത്ത് ഇരുട്ടിലേക്ക് തള്ളിക്കളയുവിൻ, അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടാകും എന്നു പറഞ്ഞു. ക്ഷണിക്കപ്പെട്ടവർ വളരെയധികം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. പരീശന്മാർ പോയി അദ്ദേഹത്തെ വാക്കിൽ കുടുക്കുവാൻ കൂടിയാലോചിച്ചു. അവർ ഹെരോദ്യരോടൊപ്പം തങ്ങളുടെ ശിഷ്യന്മാരെ അദ്ദേഹത്തിന്റെ അടുക്കൽ അയച്ചു. അവർ പറഞ്ഞു, ഗുരു, അങ്ങ് സത്യവാനും സത്യത്തിനനുസൃതമായി ദൈവിക മാർഗം ഉപദേശിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് മനുഷ്യരുടെ മുഖം നോക്കാത്തവനാകിയാൽ ആർക്കും അങ്ങയെ സ്വാധീനിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് അങ്ങയുടെ അഭിപ്രായം എന്തെന്ന് ഞങ്ങളോട് പറഞ്ഞാലും കൈസർക്ക് കരം കൊടുക്കുന്നത് ന്യായമോ ന്യായരഹിതമോ? യേശു
അവരുടെ ദുരുദ്ദേശ്യം മനസ്സിലാക്കിയിട്ട്, കപടനാട്യക്കാരെ, നിങ്ങൾ എന്നെ കുടുക്കിലാക്കുവാൻ എന്തിനു ശ്രമിക്കുന്നു? കരം കൊടുക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു നാണയം കാണിക്കുവിൻ എന്ന് പറഞ്ഞു. അവർ ഒരു ദീനാർ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കാണിച്ചു. അദ്ദേഹം അവരോട്, ഈ ചിത്രവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചു. കൈസരുടേത്. അവർ മറുപടി പറഞ്ഞു. പിന്നെ അദ്ദേഹം അവരോട്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ എന്ന് പറഞ്ഞു. ഇത് കേട്ട് അവർ വിസ്മയത്തോടെ അദ്ദേഹത്തെ വിട്ടുപോയി. മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യരിൽ ചിലർ അന്ന് തന്നെ ഒരു ചോദ്യവുമായി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന്, ഗുരു, സന്താനങ്ങളില്ലാതെ ഒരുവൻ മരിച്ചാൽ അവന്റെ സഹോദരൻ ആ വിധവയെ വിവാഹം കഴിച്ച് അവനുവേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കണം എന്ന് മോശെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു. സന്താനങ്ങളില്ലായകയാൽ അവന്റെ ഭാര്യയെ സഹോദരൻ വിവാഹം ചെയ്തു. പിന്നെ 2ാമനും 3ാമനും അങ്ങനെ 7ാമൻ വരെയുള്ള എല്ലാവർക്കും ഇത് തന്നെ സംഭവിച്ചു. ഒടുവിൽ സ്ത്രീയും മരിച്ചു. പുനരുദ്ധാനത്തിൽ അവൾ ആ 7 പേരിൽ ആരുടെ ഭാര്യയായിരിക്കും? എല്ലാവരും അവളെ വിവാഹം ചെയ്തിരുന്നുവല്ലോ. യേശു ഉത്തരം പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയോ ദൈവശക്തിയെയോ അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു. പുനരുദ്ധാനത്തിൽ ആളുകൾ വിവാഹം കഴിക്കുകയോ വിവാഹത്തിന് കൊടുക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അവർ സ്വർഗ്ഗത്തിലെ ദൂതന്മാരോട് സദൃശരായിരിക്കും. മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചാകട്ടെ ദൈവം നിങ്ങളോട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നു എന്ന് അരുളി ചെയ്തിരിക്കുന്നത് വായിച്ചിട്ടില്ലേ? അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. ജനക്കൂട്ടം ഇത് കേട്ട് അദ്ദേഹത്തിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. യേശു സദൂക്യരെ നിശബ്ദരാക്കി എന്ന് കേട്ടിട്ട് പരീശന്മാർ ഒത്തുകൂടി. അവരിൽ ഒരു ന്യായപ്രമാണോപദേഷ്ടാവ് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട്, ഗുരു, ന്യായപ്രമാണത്തിൽ ഏറ്റവും മുഖ്യകൽപ്പന ഏതാണ് എന്ന് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. ഇതാകുന്നു ഒന്നാമത്തേതും മുഖ്യവുമായ കൽപ്പന. 2ാമത്തേത് അതിനോട് സദൃശം, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും ഈ 2 കൽപ്പനകളിൽ അധിഷ്ഠിതമായിരിക്കുന്നു. പരീശന്മാർ ഒന്നിച്ചുകൂടിയപ്പോൾ യേശു അവരോട്, ക്രിസ്തുവിനെപ്പറ്റി നിങ്ങൾ എന്തു ചിന്തിക്കുന്നു? അവൻ ആരുടെ പുത്രനാണ് എന്ന് ചോദിച്ചു. ദാവീദിന്റെ പുത്രൻ. അവർ മറുപടി പറഞ്ഞു. അദ്ദേഹം അവരോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിൽ സംസാരിക്കുമ്പോൾ അവനെ കർത്താവേ എന്ന് സംബോധന ചെയ്യുന്നതെങ്ങനെ? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ കാൽ കീഴിലാക്കുന്നതുവരെ നീ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കുക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് ദാവീദ് പ്രസ്താവിച്ചുവല്ലോ. ദാവീദ് തന്നെ അവനെ കർത്താവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ ദാവീദിന്റെ പുത്രൻ ആകുന്നതെങ്ങനെ? ആർക്കും ഒരു വാക്കും അദ്ദേഹത്തോട് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അന്നു മുതൽ അദ്ദേഹത്തോട് ചോദ്യമൊന്നും ചോദിക്കുവാൻ ആരും ധൈര്യപ്പെട്ടില്ല. മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 23. അനന്തരം യേശു ജനക്കൂട്ടത്തോടും ശിഷ്യന്മാരോടും ഇങ്ങനെ പറഞ്ഞു, വേദജ്ഞരും പരീശരും മോശയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നു. അതുകൊണ്ട് അവരെ നിങ്ങൾ അനുസരിക്കണം. അവർ പറയുന്നതെല്ലാം ചെയ്യുകയും വേണം. എന്നാൽ അവർ പ്രവർത്തിക്കുന്നതുപോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. എന്തെന്നാൽ അവർ പഠിപ്പിക്കുന്നതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു. എന്നാൽ ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. അവർ ചെയ്യുന്നതെല്ലാം മനുഷ്യർ കാണുന്നതിനു വേണ്ടിയാണ്. അവർ തങ്ങളുടെ മന്ത്രപ്പട്ടകൾക്ക് വീതിയും മേലങ്കയുടെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ മാന്യസ്ഥാനവും പള്ളികളിൽ പ്രധാന ഇരിപ്പിടവും അവർ ആഗ്രഹിക്കുന്നു. ചന്തസ്ഥലങ്ങളിൽ അഭിവാദനം ചെയ്യപ്പെടുന്നതും ആളുകൾ റബ്ബി എന്ന് വിളിക്കുന്നതും അവർ ഇഷ്ടപ്പെടുന്നു. നിങ്ങളോ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. ഒരുവൻ മാത്രമാണ് നിങ്ങളുടെ ഗുരു. നിങ്ങളോ എല്ലാവരും സഹോദരർ മാത്രം. ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്. നിങ്ങളുടെ പിതാവ് ഒരുവൻ മാത്രം, സ്വർഗ്ഗത്തിൽ വസിക്കുന്നവൻ തന്നെ. നിങ്ങളിൽ ആരും ഗുരു എന്നും വിളിക്കപ്പെടരുത്. നിങ്ങൾക്ക് ഗുരു ഒരാൾ മാത്രം, ക്രിസ്തു തന്നെ. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ദാസനായിരിക്കണം. എന്തെന്നാൽ തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും.
കപടഭക്തരായ വേദജ്ഞരും പരീശരുമേ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ മനുഷ്യർക്കു നേരെ സ്വർഗരാജ്യം അടച്ചുകളയുന്നു. നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല. പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ അനുവദിക്കുകയുമില്ല. കപടഭക്തരായ വേദജ്ഞരും പരീശരുമേ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും മറ്റുള്ളവർ കാണേണ്ടതിന് ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തന്മൂലം നിങ്ങൾ അതികഠിനമായി ശിക്ഷിക്കപ്പെടും. കപടഭക്തരായ വേദജ്ഞരും പരീശരുമേ, നിങ്ങൾക്കു ഹാ കഷ്ടം! ഒരാളെ മതത്തിൽ ചേർക്കുവാൻ നിങ്ങൾ കരയും കടലും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്ന് കഴിയുമ്പോൾ അയാളെ നിങ്ങളുടേതിന്റെ ഇരട്ടി നരകശിക്ഷയ്ക്ക് പാത്രമാകുന്നു. അന്ധരായ മാർഗദർശികളെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! ഒരുവൻ ദൈവാലയത്തെക്കൊണ്ട് ആണയിട്ടാൽ സാരമില്ല എന്നും ദൈവാലയത്തിലെ സ്വർണത്തെക്കൊണ്ട് ആണയിട്ടാൽ അയാൾ തന്റെ ആണ നിറവേറ്റാൻ ബാധ്യസ്ഥനാണെന്നും നിങ്ങൾ പറയുന്നു. അന്ധരായ ഭോഷന്മാരെ, ഏതാണ് ഏറെ ശ്രേഷ്ഠം? സ്വർണമോ, സ്വർണത്തെ വിശുദ്ധീകരിക്കുന്ന ദൈവാലയമോ? ആരെങ്കിലും യാഗപീഠത്തിന്റെ പേരിൽ ആണയിട്ടാൽ സാരമില്ല എന്നും അതിന്മേലുള്ള വഴിപാടിനെക്കൊണ്ടാണയിട്ടാൽ അവൻ അത് നിറവേറ്റാൻ കടപ്പെട്ടവനാണെന്നും നിങ്ങൾ പറയുന്നു. ഹേ അന്ധരെ, ഏതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്? വഴിപാടോ, വഴിപാടിനെ വിശുദ്ധീകരിക്കുന്ന യാഗപീഠമോ? അതിനാൽ യാഗപീഠത്തെക്കൊണ്ട് ആണയിടുന്നവൻ യാഗപീഠത്തെയും അതിന്മേലുള്ള എല്ലാറ്റിനെയും കൊണ്ടാണ് ആണയിടുന്നത്. ദൈവാലയത്തെക്കൊണ്ട് ആണയിടുന്നവൻ ദൈവാലയത്തെയും അതിൽ വസിക്കുന്നവനെയും ചൊല്ലി ആണയിടുന്നു. സ്വർഗ്ഗത്തെക്കൊണ്ട് ആണയിടുന്നവൻ ദൈവസിംഹാസനത്തെയും അതിന്മേലിരിക്കുന്നവനെയും കൊണ്ടാണ് ആണയിടുന്നത്. കപടഭക്തരായ വേദജ്ഞരും പരീശരുമേ, നിങ്ങൾക്കു ഹാ കഷ്ടം! നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം എന്നിവയിൽ ദശാംശം കൊടുക്കുന്നു. എന്നാൽ ന്യായം, കരുണ, വിശ്വസ്തത എന്നിങ്ങനെ ന്യായപ്രമാണത്തിലെ ഘനമേറിയ കാര്യങ്ങൾ അവഗണിക്കുന്നു. ആദ്യം പറഞ്ഞത് അവഗണിക്കാതെ നിങ്ങൾ രണ്ടാമത്തേത് അനുഷ്ഠിക്കുകയാണ് വേണ്ടിയിരുന്നത്. അന്ധരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. കപടഭക്തരായ വേദജ്ഞരും പരീശരുമേ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ പാനപാത്രത്തിന്റെയും തളികയുടെയും പുറം വെടിപ്പാക്കുന്നു. ഉള്ളിലോ അവ ദുരാഗ്രഹവും സുഖാസക്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അന്ധനായ പരീശ, ആദ്യം പാനപാത്രത്തിന്റെയും തളികയുടെയും അകം വെടിപ്പാക്കുക, അപ്പോൾ പുറവും ശുദ്ധമായിത്തീരും. കപടഭക്തരായ വേദജ്ഞരും പരീശരുമേ, നിങ്ങൾക്കു ഹാ കഷ്ടം! നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകൾക്ക് തുല്യർ. അവ പുറമേ മനോഹരം, അകമേയോ മരിച്ചവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളും ജനങ്ങളുടെ മുന്നിൽ നീതിമാന്മാരായി കാണപ്പെടുന്നു, പക്ഷെ ഉള്ളിൽ കപടഭക്തിയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞവരാണ്. കപടഭക്തരായ വേദജ്ഞരും പരീശരുമേ, നിങ്ങൾക്കു ഹാ കഷ്ടം! നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവക്കല്ലറുകൾ പണിയുകയും നീതിമാന്മാരുടെ ശവകുടീരങ്ങളെ അലങ്കരിക്കുകയും ചെയ്യുന്നു. പൂർവ്വ പിതാക്കന്മാരുടെ കാലത്ത് ഞങ്ങൾ ജീവിച്ചിരുന്നുവെങ്കിൽ പ്രവാചകരുടെ രക്തം ചൊരിയിക്കുവാൻ ഞങ്ങൾ കൂട്ടുനിൽക്കുകയില്ലായിരുന്നു എന്നും നിങ്ങൾ പറയുന്നു. ഇങ്ങനെ നിങ്ങൾ പ്രവാചകരെ കൊന്നവരുടെ പിൻഗാമികളെന്നും നിങ്ങൾക്കെതിരെ നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നു. നിങ്ങളുടെ പൂർവികരുടെ പാപത്തിന്റെ അളവ് നിങ്ങൾ തികച്ചുകൊള്ളുന്നു. സർപ്പങ്ങളെ, സർപ്പസന്തതികളെ, നരകശിക്ഷയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ തെറ്റിയൊഴിയും? അതിനാൽ നിങ്ങളുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും ജ്ഞാനികളെയും വേദജ്ഞരെയും ഞാൻ അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ കൊല്ലുകയും ക്രൂശിലേറ്റുകയും ചെയ്യും. മറ്റു ചിലരെ നിങ്ങളുടെ പള്ളികളിൽ വെച്ച് ചാട്ടവാറുകൊണ്ടടിക്കുകയും പട്ടണം തോറും വേട്ടയാടുകയും ചെയ്യും. അങ്ങനെ നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ ദൈവാലയത്തിനും യാഗപീഠത്തിനും ഇടയ്ക്ക് വെച്ച് നിങ്ങൾ കൊന്നവനും ബെരഖ്യാവിന്റെ മകനുമായ സഖര്യാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞിട്ടുള്ള നീതിയുള്ള സകല രക്തവും നിങ്ങളുടെ തലമേൽ വരും. ഇതെല്ലാം ഈ തലമുറയുടെ മേൽ വരുമെന്നും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയക്കപ്പെട്ടവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ അണയ്ക്കുന്നതുപോലെ നിന്റെ മക്കളെ അണച്ചുകൊള്ളുവാൻ എത്ര വട്ടം ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ നിനക്കോ മനസ്സുണ്ടായില്ല. ഇതാ നിന്റെ ഭവനം ശൂന്യമായിരിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നു നീ പറയുന്നതുവരെ ഇനി നീ എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു.
മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 24. യേശു ദൈവാലയം വിട്ടുപോകുമ്പോൾ ദൈവാലയത്തിന്റെ കെട്ടിടങ്ങൾ കാണിക്കുവാൻ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. നിങ്ങൾ ഈ പണികളെല്ലാം കാണുന്നുവോ? അദ്ദേഹം ചോദിച്ചു. കല്ലിനുമീതെ കല്ലു ശേഷിക്കാത്ത വിധം ഇതെല്ലാം തകർക്കപ്പെടും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. യേശു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. അവർ ചോദിച്ചു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കും? അങ്ങയുടെ വരവിന്റെയും യുഗാവസാനത്തിന്റെയും അടയാളം എന്തായിരിക്കും? യേശു ഉത്തരം പറഞ്ഞു, ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം പേർ എന്റെ നാമത്തിൽ വന്ന് പലരെയും വഞ്ചിക്കും. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, യുദ്ധങ്ങളെക്കുറിച്ചുള്ള കിംവദന്തികളും കേൾക്കും. എന്നാൽ പരിഭ്രാന്തരാകരുത്. ഇവയെല്ലാം സംഭവിക്കേണ്ടതു തന്നെ. എങ്കിലും അത് അവസാനമല്ല. ജാതി ജാതിയോടും രാഷ്ട്രം രാഷ്ട്രത്തോടും കലഹിക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇവയെല്ലാം ഈറ്റുനോവിന്റെ ആരംഭമത്രേ. നിങ്ങൾ പീഡനത്തിന് ഏൽപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യും. ഞാൻ നിമിത്തം സർവ്വജനതകളും നിങ്ങളെ വെറുക്കും. അപ്പോൾ അനേകർ വിശ്വാസം ത്യജിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് നിരവധി ആളുകളെ വഴിതെറ്റിക്കും. ദുഷ്ടത പെരുകുന്നതുകൊണ്ട് അനേകരുടെയും സ്നേഹം തണുത്തുപോകും. എന്നാൽ അന്ത്യം വരെയും സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം എല്ലാ ജനതകൾക്കും ഒരു സാക്ഷ്യമായി ലോകത്തിലെല്ലാം പ്രസംഗിക്കപ്പെടും. അപ്പോൾ ആയിരിക്കും അവസാനം. ദാനിയേൽ പ്രവാചകനിലൂടെ അരുളി ചെയ്ത പ്രകാരം ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ മനസ്സിലാക്കട്ടെ. യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. പുരമുകളിൽ ഇരിക്കുന്നവൻ വീട്ടിനുള്ളിൽ നിന്ന് എന്തെങ്കിലും എടുക്കുവാൻ ഇറങ്ങിപ്പോകരുത്. വയലിലായിരിക്കുന്നവൻ മേലങ്കിയെടുക്കാൻ തിരിച്ചു പോകരുത്. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അയ്യോ കഷ്ടം. നിങ്ങളുടെ പലായനം ശീതകാലത്തോ ശബ്ബത്തിലോ ആകരുതേ എന്ന് പ്രാർത്ഥിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ ലോകാരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ഉണ്ടാകാത്തതുമായ വലിയ കഷ്ടത ആ കാലത്തുണ്ടാകും. ആ ദിവസങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തിയില്ലെങ്കിൽ ആരും രക്ഷിക്കപ്പെടുകയില്ല. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കു വേണ്ടി ആ ദിവസങ്ങളുടെ എണ്ണം പരിമിതമാക്കപ്പെടും. അക്കാലത്ത് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെയെന്നോ അതാ ക്രിസ്തു അവിടെയെന്നോ പറഞ്ഞാൽ അത് വിശ്വസിക്കരുത്. കാരണം കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകരും വന്ന് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെപ്പോലും വഞ്ചിക്കുകയും ചെയ്യും. നോക്കൂ, ഇത് ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. ആകയാൽ ആരെങ്കിലും നിങ്ങളോട് അദ്ദേഹം അവിടെ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെടരുത്. അദ്ദേഹം ഇതാ ഇവിടെ മുറിക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കരുത്. മിന്നൽ പിണർ കിഴക്കുനിന്നും പുറപ്പെട്ട് പടിഞ്ഞാറുവരെ പ്രകാശിക്കുന്നതുപോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ വരവ്. ശവമുള്ളയിടത്ത് കഴുകന്മാർ വന്നുകൂടും. ആ ദിവസങ്ങളിലെ കഷ്ടം കഴിഞ്ഞാലുടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശിക്കാതെയാകും, നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വെളിപ്പെടും. ഭൂമിയിലെ സകല ജനതയും വിലപിക്കും. മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ ആകാശമേഘങ്ങളിന്മേൽ വരുന്നത് അവർ കാണും. അവൻ ഉച്ചത്തിലുള്ള കാഹളനാദത്തോടെ തന്റെ ദൂതന്മാരെ അയക്കും. അവർ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 അതിരുകളിൽ നിന്നും തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒന്നിച്ചുകൂട്ടും. അത്തിമരത്തിൽ നിന്ന് ഈ പാഠം പഠിക്കുവിൻ. അതിന്റെ ചില്ലകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാം. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ അദ്ദേഹം അടുത്ത് വാതിൽക്കൽ തന്നെ എത്തിയിരിക്കുന്നുവെന്ന് ധരിച്ചുകൊള്ളുന്നു. ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിയുന്നതുവരെ ഈ തലമുറ നിശ്ചയമായും നീങ്ങിപ്പോവുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും നീങ്ങിപ്പോകും, എന്റെ വചനങ്ങളോ ഒരു നാളും നീങ്ങിപ്പോവുകയില്ല. ആ ദിവസവും മണിക്കൂറും പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരോ പുത്രൻ പോലുമോ അറിയുന്നില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെയായിരിക്കും മനുഷ്യപുത്രന്റെ വരവ്. പ്രളയത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പെട്ടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ
ജനങ്ങൾ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. പ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുന്നതുവരെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആരും അറിഞ്ഞില്ല. മനുഷ്യപുത്രന്റെ വരവിലും ഇങ്ങനെ തന്നെയായിരിക്കും. 2 പുരുഷന്മാർ വയലിലായിരിക്കും. ഒരുവൻ എടുക്കപ്പെടും, മറ്റവൻ ഉപേക്ഷിക്കപ്പെടും. 2 സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ ഉപേക്ഷിക്കപ്പെടും. ആകയാൽ നിങ്ങളുടെ കർത്താവ് വരുന്നത് ഏത് ദിവസമെന്നറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയോടെയിരിക്കും. കള്ളൻ രാത്രിയിൽ ഏത് സമയത്ത് വരുന്നുവെന്ന് വീട്ടുടമസ്ഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അയാൾ ജാഗ്രത പാലിക്കുകയും ഭവനഭേദനം നടക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് ഗ്രഹിച്ചുകൊള്ളു. അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ഭവനത്തിലെ ദാസന്മാർക്ക് യഥാസമയം ഭക്ഷണം നൽകുവാൻ അവരുടെ മേൽനോട്ടക്കാരനായി യജമാനൻ നിയോഗിച്ചിരിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനാരാണ്? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നവനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. അദ്ദേഹം അവനെ തന്റെ സകല സ്വത്തിനും മേലധികാരിയായി നിയമിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ ആ ഭൃത്യൻ ദുഷ്ടനാണെങ്കിൽ യജമാനൻ വരാൻ താമസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുവേലക്കാരെ അടിക്കാനും മദ്യപന്മാരോടൊത്തു തിന്നാനും കുടിക്കാനും തുടങ്ങും. ആ ഭൃത്യൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത നാളിലും അറിയാത്ത സമയത്തും യജമാനൻ വന്നുചേരും. അയാൾ അവനെ കഠിനമായി ശിക്ഷിച്ച് കപടനാട്യക്കാരോടൊപ്പം തള്ളുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 25. സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കുവാൻ വിളക്കുകളുമായി പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശം. അവരിൽ 5 പേർ ബുദ്ധിഹീനകളും 5 പേർ ബുദ്ധിശാലിനികളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ വിളക്കുകൾ എടുത്തെങ്കിലും അവയോടുകൂടെ എണ്ണ എടുത്തില്ല. എന്നാൽ ബുദ്ധിശാലിനികൾ തങ്ങളുടെ വിളക്കുകളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണയും എടുത്തു. മണവാളൻ വരുവാൻ വൈകി. അവരെല്ലാവരും മയങ്ങി ഉറക്കമായി. അർദ്ധരാത്രിയിൽ മണവാളൻ വരുന്നു, അദ്ദേഹത്തെ വരവേൽക്കുവാൻ പുറപ്പെടുവിൻ എന്ന ആർപ്പുവിളിയുണ്ടായി. കന്യകമാർ എല്ലാവരും ഉണർന്നു, വിളക്കുകൾ തെളിച്ചു. ബുദ്ധിഹീനകൾ ബുദ്ധിശാലിനികളോട്, നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ, ഞങ്ങളുടെ വിളക്കുകൾ കെട്ടുപോകുന്നു എന്ന് പറഞ്ഞു. അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും കൂടി ഇത് തികയുകയില്ല. അതിനാൽ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ ചെന്ന് വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്ന കന്യകമാർ അദ്ദേഹത്തോടൊപ്പം വിവാഹ വിരുന്നിനായി അകത്തു പ്രവേശിച്ചു, വാതിലടയ്ക്കുകയും ചെയ്തു. പിന്നീട് മറ്റവരും വന്നു, യജമാനനെ യജമാനനെ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണേ അവർ അപേക്ഷിച്ചു. എന്നാൽ അദ്ദേഹം, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായി ഞാൻ പറയുന്നു എന്നുത്തരം നൽകി. ആകയാൽ നാളും നാഴികയും നിങ്ങൾക്കറിവില്ലാത്തതിനാൽ ഉണർന്നിരിപ്പിൻ. ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ വേലക്കാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ച മനുഷ്യനോട് സദൃശമാണ് സ്വർഗരാജ്യം. 5 താലന്തു ലഭിച്ചവൻ ഉടനെ പോയി അത് വിനിയോഗിച്ച് 5 താലന്തു കൂടി സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 ലഭിച്ചവനും ചെന്ന് 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് കിട്ടിയവൻ അവിടെ നിന്ന് പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ പണം അതിൽ ഒളിച്ചുവെച്ചു. ഏറെക്കാലത്തിനു ശേഷം ആ വേലക്കാരുടെ യജമാനൻ മടങ്ങിയെത്തി അവരുമായി കണക്കു തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ വേറെ 5 കൂടി കൊണ്ടുവന്ന്, യജമാനനെ, അങ്ങ് 5 താലന്താണല്ലോ എന്നെ ഏൽപ്പിച്ചിരുന്നത്, ഇതാ ഞാൻ 5 കൂടി നേടിയിരിക്കുന്നു എന്നവൻ പറഞ്ഞു. യജമാനൻ ഉത്തരം പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ നന്നായി ചെയ്തു. അല്പകാര്യത്തിൽ നീ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികം കാര്യങ്ങളുടെ ചുമതല ഏൽപ്പിക്കും. വന്നു നിന്റെ യജമാനന്റെ സന്തോഷത്തിൽ പങ്കാളിയാകുക. 2 താലന്തുകാരനും വന്നു. അവൻ പറഞ്ഞു, യജമാനനെ, അങ്ങ് 2 താലന്താണല്ലോ എന്നെ ഏൽപ്പിച്ചിരുന്നത്, ഇതാ ഞാൻ 2 കൂടി നേടിയിരിക്കുന്നു. യജമാനൻ ഉത്തരം പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ നന്നായി ചെയ്തു. അല്പകാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികം കാര്യങ്ങളുടെ ചുമതല ഏൽപ്പിക്കും. വരൂ, നിന്റെ യജമാനന്റെ സന്തോഷത്തിൽ പങ്കാളിയാകുക. പിന്നെ 1 താലന്ത് ലഭിച്ചിരുന്നവൻ വന്നു. അവൻ പറഞ്ഞു, യജമാനനെ, അങ്ങ് വിതയ്ക്കാത്തയിടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തയിടത്തുനിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ട് അങ്ങയുടെ താലന്ത് നിലത്തു മറച്ചുവെച്ചു. ഇതാ ഞാൻ അങ്ങയുടേത് കൊണ്ടുവന്നിരിക്കുന്നു. യജമാനൻ ഉത്തരം പറഞ്ഞു,
ദുഷ്ടനും മടിയനുമായ ദാസ, ഞാൻ വിതയ്ക്കാത്തയിടത്തുനിന്ന് കൊയ്യുന്നുവെന്നും വിതറാത്തയിടത്തുനിന്ന് ശേഖരിക്കുന്നുവെന്നും നീ മനസ്സിലാക്കിയല്ലോ. അങ്ങനെയെങ്കിൽ എന്റെ പണം നീ പണമിടപാടുകാരുടെ പക്കൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ മടങ്ങി വന്നപ്പോൾ എനിക്ക് അത് പലിശയോടെ തിരിച്ചു വാങ്ങാൻ കഴിയുമായിരുന്നു. ആ താലന്ത് അവന്റെ പക്കൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക. ഉള്ളവന് ഏവനും കൂടുതൽ നൽകപ്പെടും, അവന് സമൃദ്ധിയുണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുത്തുകളയും. കൊള്ളരുതാത്ത ആ ദാസനെ പുറത്ത് ഇരുട്ടിലേക്ക് തള്ളിക്കളയുവിൻ. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. മനുഷ്യപുത്രൻ തന്റെ സകല ദൂതന്മാരുമായി തേജസ്സോടെ വരുമ്പോൾ സ്വർഗീയ തേജസ്സുള്ള തന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജനതകളെയും അദ്ദേഹത്തിന്റെ സന്നിധിയിൽ ഒരുമിച്ചു കൂട്ടും. ഇടയൻ കോലാടുകളിൽ നിന്ന് ചെമ്മരിയാടുകളെ വേർതിരിക്കുന്നതുപോലെ അദ്ദേഹം ജനങ്ങളെ തമ്മിൽ വേർതിരിക്കും. അദ്ദേഹം ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. പിന്നെ രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരോട് പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോക സൃഷ്ടി മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ വസ്ത്രം ധരിപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ നീതിമാന്മാർ അദ്ദേഹത്തോട്, കർത്താവേ, അങ്ങയെ വിശപ്പുള്ളവനായി കണ്ടിട്ട് ഞങ്ങൾ അങ്ങയ്ക്ക് ആഹാരം തരികയോ ദാഹിക്കുന്നവനായി കണ്ടിട്ട് കുടിക്കാൻ തരികയോ ചെയ്തത് എപ്പോഴാണ്? അങ്ങയെ ഒരു പരദേശിയായി കണ്ടിട്ട് ഞങ്ങൾ സ്വീകരിക്കുകയോ നഗ്നനായിരിക്കെ വസ്ത്രം ധരിപ്പിക്കുകയോ ചെയ്തത് എപ്പോൾ? രോഗിയായോ തടവിലോ കണ്ടിട്ട് എപ്പോഴാണ് ഞങ്ങൾ അങ്ങയെ സന്ദർശിച്ചത് എന്ന് ചോദിക്കും. അതിന് രാജാവ് ഇങ്ങനെ മറുപടി പറയും, എന്റെ ഈ ചെറിയ സഹോദരരിൽ ഒരുത്തനു വേണ്ടി നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കു വേണ്ടിയാണ് ചെയ്തത് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. പിന്നെ അദ്ദേഹം തന്റെ ഇടത്തുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷണം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ വസ്ത്രം ധരിപ്പിച്ചില്ല. ഞാൻ രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, അങ്ങയെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി ഞങ്ങൾ കണ്ടിട്ട് സഹായിക്കാതിരുന്നത് എപ്പോഴാണ്? അതിനദ്ദേഹം, ഈ ചെറിയവരിൽ ഒരുത്തിനു വേണ്ടി നിങ്ങൾ ചെയ്യാതിരുന്നതെല്ലാം എനിക്ക് വേണ്ടിയാണ് ചെയ്യാതിരുന്നത് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്നുത്തരം പറയും. പിന്നെ അവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും.